മിഷൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലോകകപ്പ് നമ്മുടെ സ്ഥലത്ത് എന്താണെന്ന് വെച്ചാൽ ജനുവരി 26 നമ്മുടെ റിപ്പബ്ലിക് ഡേ ആണ്. അപ്പോൾ അതിനു വേണ്ടി നമുക്കൊരു സ്പെഷ്യലായിട്ടുള്ളൊരു സാധനം ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഓറഞ്ച് കളർ വലിയ ബീഡ്സ് ആണ്. പിന്നെ ഇവിടെ വൈറ്റ് ചെറിയ ബീഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇതാണ് എടുത്ത് വെച്ചിട്ടുള്ളത്, നമ്മുടെ ഗ്രീനാണ്. അപ്പം ഇതിങ്ങനെ ഒരു കൊലമ്പിൽ ഇങ്ങനെ കോർത്ത പോലത്തെയാണ്. നമ്മുടെ അടുത്ത് ഇതേ ഉള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ ഇതെടുത്തത്. പിന്നെ ഒരു സിൽക്ക് റെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, വൈറ്റ് കളറാണ്. അപ്പം നമ്മൾ ഇവിടെ ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു നെയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു 10 അത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അത്ര കോർക്കാം. അപ്പം നമ്മൾ ഇങ്ങനെ കോർത്ത് വെച്ചിട്ടുണ്ട്, ഒരു 15 കോർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ വൈറ്റ് ബീഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് രണ്ടിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം 2 നൂല് ഒരുമിച്ച് പിടിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇത് സെൻറ്ററിൽ വരും. ഇനി ഒരു ബീഡ്സ് ഒരു നൂലിൽ ഇട്ട് കൊടുക്കാം, മറ്റേ ബീഡ്സ് മറ്റേ നൂലിലും ഇട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് 3 ബീഡ്സാണ് വേണ്ടത്. ഇങ്ങനെ ആക്കി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഓറഞ്ച് കളർ 3 വേണം. ആദ്യം നമുക്ക് ഇത് ഒന്നിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം, രണ്ടാമത്തേത് അപ്പുറത്തേൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം, മൂന്നാമത്തേത് രണ്ടിലും കൂടി ഇട്ടിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇങ്ങനത്തെ ഒരു ഇയറിംഗ് ഹൂക്ക് വേണം, അത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്നിൻ്റെ ഉള്ളിലാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് കെട്ടിക്കൊടുക്കാം, ഒരു 2-3 പ്രാവശ്യം കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇതിന് ബാക്കിയായിരുന്ന കട്ട് ചെയ്ത് കളയാം. അപ്പോൾ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ റിപ്പബ്ലിക് ഡേ ഒക്കെ ഇടാൻ അടിപൊളി ഇയറിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ആക്കാനുള്ള സാധനമെല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതും കൂടി ആക്കിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ രണ്ടാമത്തത് ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെ ഫ്ലാറ്റ് ടൈപ്പിനെ കൊണ്ട് നമുക്കൊരു ഇയറിംഗ് ഉണ്ടാക്കാം. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കുറച്ച് പച്ച ബീഡ്സ് ഇട്ട് കൊടുക്കാം. അപ്പം ഇത് നമുക്ക് കുറച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഒരു വൈറ്റ് ബീഡ്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഓറഞ്ച് ബീഡ്സും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ഇതിങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്രസ്സിങ് ടൂളിനെ കൊണ്ട് ഇതൊന്ന് വളച്ചു കൊടുക്കാം. അപ്പം ഇതിങ്ങനെ നല്ല ഇതാക്കിയിട്ടാകുമ്പോൾ നമ്മുടെ ഇയറിംഗ് ഹൂക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് അതൊന്ന് വളച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്ത് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതും റിപ്പബ്ലിക് ഡേ ഒക്കെ അടിപൊളിയായിട്ട് ഇടാവുന്നതാണ്. അപ്പം ഇതിൻ്റെ അടുത്തതാക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ സാധനമെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിനെ കൊണ്ട് വേറെ ആക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഇതിവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു വീഡിയോ ഇല്ലേ പോംപോങ്ങിനെ കൊണ്ട്, അപ്പം നമുക്ക് ഇനി റിപ്പബ്ലിക് ഡേ ഒക്കെ എങ്ങനെ ആക്കാമെന്ന് നോക്കാം. അപ്പം നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു എലാസ്റ്റിക് നൂല് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇത് മറ്റേ നമ്മുടെ സൂചി കോർത്ത് കൊടുക്കാം. ഇനി ഓറഞ്ച് കളർ പോംപോം കുറച്ചിട്ട് കൊടുക്കാം.
അങ്ങനെ നമ്മൾ ഓറഞ്ച് കളർ പോംപോം ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വൈറ്റ് ബീഡ്സ് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഇതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്രീൻ കളർ പോംപോംസും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ഇത് എനിക്ക് നമ്മളെ കൈക്കേണ്ട അനുസരിച്ചാക്കിയിട്ട് കെട്ടിക്കൊടുക്കാം. അപ്പം നമ്മൾ ബാക്കി വരുന്നത് കട്ട് ചെയ്ത് തുടങ്ങാം. അപ്പം ഇത് റിപ്പബ്ലിക് ഡേക്ക് അടിപൊളിയായിട്ടുള്ള സാധനം ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ മാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടി ഇവിടെ എലാസ്റ്റിക് നൂലെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് പോംപോംസ് ഇട്ട് കൊടുക്കാം. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് വൈറ്റ് ബീഡ്സും കൂടി കുറച്ച് ഇട്ട് കൊടുക്കാം. അപ്പം വൈറ്റ് ബീഡ്സ് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ പോംപോംസ് ഇവിടെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇനി വേറൊരു എലാസ്റ്റിക് നൂലിനെ കൊണ്ട് സൂചി കോർത്തു. എന്നിട്ട് അതിലേക്ക് ഓറഞ്ച് പോംപോംസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് വൈറ്റ് ബീഡ്സ് ഇട്ട് കൊടുത്തു. ഗ്രീൻ പോംപോംസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ആദ്യം വൈറ്റ് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഓറഞ്ച് പോംപോംസ് ഒന്നും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് കെട്ടിക്കൊടുക്കാം. അപ്പം ഇതും നമുക്ക് ബ്രേസ്ലെറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പം ഈ ടൈപ്പിൽ നമുക്ക് മാല ഉണ്ടാക്കാവുന്നതാണ്. ഇനി വേറൊരു വൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ടൈങ്കീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു സൈഡ് നമുക്ക് ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കാം. അപ്പം നമുക്ക് കെട്ടിട്ടതിൻ്റെ ഇപ്പുറത്തെ ഭാഗം കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നമുക്ക് ഒരു സൂചിയിലേക്ക് കോർത്ത് കൊടുക്കാം. അപ്പം ഇതിലേക്ക് ഒരു പോംപോംസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 വൈറ്റ് ബീഡ്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു ഗ്രീൻ പോംപോംസും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം എന്നിട്ട് നമ്മുടെ ഇയറിംഗ് ഹൂക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ വന്ന വഴിയേക്ക് തന്നെ തിരിച്ചു പോവാം. അപ്പം ഇതിൻ്റെ ആ വൈറ്റ് ബീഡ്സിൻ്റെ എല്ലാം ഉള്ളിലേക്കൂടി ഇങ്ങനെ അപ്പുറത്തേക്ക് കൊണ്ടുവരാം. എന്നിട്ട് അത് വലിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ മുകളിൽ ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കാം. അപ്പം 2 കെട്ടിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് ബാക്കി വരുന്ന പോഷൻ കെട്ടി തളിയാം. അപ്പം അടിപൊളി കമ്മലിവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടേ. ഇനി വേറൊരു കമ്മലും കൂടി ആക്കാം. അതിനുവേണ്ടി ഫ്ലാറ്റ് ടൈപ്പിനാണ് എടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഓറഞ്ച് പോംപോംസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ബീഡ്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഗ്രീൻ പോംപോംസും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് പ്രസ്സിങ് ടൂൾ എടുത്ത് വളച്ചു കൊടുക്കാം. ഇനി ഇയറിംഗ് ഹൂക്ക് എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം അത് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.